കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആപത്ത് വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പേര് എൻ്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ എന്നാണ്. അമ്മ എന്ന വിളിയോളം പ്രാധാന്യമുള്ള വാക്ക്. ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാത്ത ദൈവം. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാനും കഴിച്ചെങ്കിൽ ഒന്നും കൂടെ കുളിക്കാനും ഇല്ലെങ്കിൽ ദഹിക്കാനും സമയം കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ അത് ബാധകമല്ല കേട്ടോ. ചുട്ട കോഴിയും മത്സ്യവും കള്ളും കഴിക്കുന്ന ആളാണ് നമ്മുടെ മുത്തപ്പൻ. പറശ്ശിനിക്കടവ് വന്ന ദിവസം രാവിലെ 5:30 മുതൽ 8 വരെ മഹാവിഷ്ണുവിൻ്റെ മത്സ്യരൂപ ഭാവത്തിലുള്ള തിരുവപ്പനയും വൈകിട്ട് 6:30 മുതൽ 8 വരെ മഹാദേവ ചന്ദ്രകല ഭാവത്തിലുള്ള വെള്ളാട്ടവും കാണാം. മുത്തപ്പന്റെ തെയ്യുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെ മടപ്പുരകളിലാണ് ഉണ്ടാവുക. മുത്തപ്പന്റെ ബാലവേല കാണിക്കുന്ന വെള്ളാട്ടം എവിടെ വേണമെങ്കിലും നടത്താം. നമ്മൾ തൃശ്ശൂരൊക്കെ തറവാട്ടിൽ വഴിപാട് അടിസ്ഥാനത്തിൽ വെളിച്ചപ്പാടൊക്കെ വന്ന് തുടർന്ന് പറസദ്യ നടത്താറുണ്ട്. അതുപോലെ കണ്ണൂർ ഭാഗത്ത് വഴിപാട് അടിസ്ഥാനത്തിൽ മുത്തപ്പൻ നടത്താറുണ്ട്. പരമശിവന്റെ ഭൂതഗണങ്ങളിലൊന്നായ മുത്തപ്പൻ കുട്ടികളില്ലാതിരുന്ന ശിവഭക്തയായ പാടിക്കുറ്റി അന്തർജനത്തിന് പ്രാർത്ഥന മൂലം ഒരു കുട്ടയിൽ കുളക്കടവിൽ കിട്ടുകയും വളർന്നു വലുതായപ്പോൾ അന്യമതസ്ഥരായി മത്സ്യമാംസാദികൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട ആ കുട്ടിയായ മുത്തപ്പനിൽ അസ്വസ്ഥരായ മാതാപിതാക്കൾക്ക് ഒരിക്കൽ ഉഗ്രരൂപത്തിൽ മുത്തപ്പൻ ദർശനം കൊടുത്ത് കാട്ടിലോട്ട് പോകുമ്പോൾ മുത്തപ്പൻ എന്ന അകമ്പടിയായത് നായ്ക്കളും ജാതിമത ഭേദമന്യുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. സ്നേഹിച്ചാൽ മനുഷ്യരെക്കാൾ വിശ്വസിക്കാമെന്ന് പറയാവുന്ന നായ്ക്കൾക്ക് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലുടനീളം പ്രാധാന്യമുണ്ട്. അന്ന് പോകുന്ന വഴി ചെത്തുകാരൻ ചന്ദ്രന്റെ കള്ള് മോഷിച്ചതിന് അയാൾ മുത്തപ്പനെ അമ്പയ്യാൻ നോക്കിയപ്പോൾ മുത്തപ്പൻ അയാളെ ശിലയാക്കി മാറ്റിയെന്നും ചന്ദ്രന്റെ ഭാര്യ ഇത് കണ്ടപ്പോൾ മുതിർന്ന ആളെ പോലെ തോന്നുന്നതായതുകൊണ്ട് മൂത്തപ്പ എന്ന് വിളിച്ചെന്നും അങ്ങനെയാണ് മുത്തപ്പൻ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു.